ഉത്പത്തി 10-ാം അധ്യായം. നോഹയുടെ പുത്രന്മാരായ ഷേമിൻ്റെയും ഹാമിൻ്റെയും യാഫത്തിൻ്റെയും തലമുറകൾ, പ്രളയശേഷം അവർ ജന്മം കൊടുത്ത മക്കൾ ഇവയാണ്. യാഫത്തിൻ്റെ മക്കൾ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിൻ്റെ മക്കൾ അഷ്കനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ മക്കൾ എലീഷ, താർഷീഷ്, കിത്തീം, ദോദാനീം. ഇവരിൽ നിന്നാണ് ജനപദങ്ങൾ അവരുടെ ദേശങ്ങളിൽ ഓരോന്നിൻ്റെയും ഭാഷയനുസരിച്ചും അവരുടെ ജനതകളിൽ താന്താങ്ങളുടെ വംശമനുസരിച്ചും വിന്യസിക്കപ്പെട്ടത്. ഹാമിൻ്റെ മക്കൾ കുഷ്, മിസ്രായീം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിൻ്റെ മക്കൾ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമായുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ഒരു വീരപുരുഷനാകാൻ തുടങ്ങി. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെപ്പോലൊരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്തെ ബാബേൽ, ഏറക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അവൻ ആ നാട്ടിൽ നിന്ന് അഷൂറിലേക്ക് പുറപ്പെട്ട് നിനവെ, റഹോബാത്ത്, ഈർ, കാലാഹ് എന്നിവ പണി കഴിപ്പിച്ചു. ഒപ്പം നിനവേയ്ക്കും കാലാഹിനുമിടയിൽ റേസൻ എന്ന മഹാനഗരവും. മിസ്രായീം ജന്മം കൊടുത്തതാണ് ലൂദീം, അനാമീം, ലഹാബീം, നഫ്തുഹിം, പത്രുസിം, ഫിലിസ്തീർ പുറപ്പെട്ടു പോന്ന കസ്ലൂഹിം, കഫ്തോറിം എന്നിവ. കാനാൻ ജന്മം നൽകിയത് തൻ്റെ കടിഞ്ഞൂലായ സീദോനും, ഹേത്ത്, ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കീയർ, സീന്യർ, അർവാദീയർ, സെമറിയർ, ഹാമാത്യർ എന്നിവർക്കുമായിരുന്നു. പിൽക്കാലത്ത് കാനാൻകാരുടെ വംശങ്ങൾ പലയിടത്തും വ്യാപിച്ചു. കാനാൻകാരുടെ ദേശാതിർത്തി സീദോൻ തുടങ്ങി ഗരാറിലേക്കുള്ള ദിശയിൽ ഗാസ വരെയും, സോദോം, ഗൊമോറ, അത്മാ ദിശയിൽ സെബോയീം തുടങ്ങി ലാഷ വരെയും ആണ്. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയുമനുസരിച്ച് ഹാമിൻ്റെ മക്കൾ. ഷേമിനും മക്കളുണ്ടായി. അവൻ ഹെബ്രായരുടെയെല്ലാം പിതാവും യാഫത്തിൻ്റെ മൂത്ത സഹോദരനുമായിരുന്നു. ഷേമിൻ്റെ മക്കൾ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിൻ്റെ മക്കൾ ഊസ്, ഹൂൽ, ഗേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിനും ഷേലാഹ് ഏബറിനും ജന്മം കൊടുത്തു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒന്നാമൻ്റെ പേര് പേലഗ്, കാരണം അവൻ്റെ കാലത്താണ് ഭൂമി വിഭജിതമായത്. അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ. അവൻ അൽമോദാദ്, ഷേലഫ്, ഹസർമവെത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബീമായേൽ, ഷെബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർക്ക് ജന്മം കൊടുത്തു. ഇവരൊക്കെയായിരുന്നു യോക്താൻ്റെ മക്കൾ. അവർ പാർത്തിരുന്ന നാട് മേഷ തുടങ്ങി കിഴക്കൻ മലയായ സേഫാറിൻ്റെ ദിശയിലായിരുന്നു. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയുമനുസരിച്ച് ഷേമിൻ്റെ മക്കൾ. ഇവയാണ് തങ്ങളുടെ ഉത്പത്തി അനുസരിച്ച് ജനതകളിൽ നോഹയുടെ മക്കളുടെ വംശങ്ങൾ. ഇവരിൽ നിന്നാണ് പ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിൽ വേർതിരിഞ്ഞത്.